എല്ലാവർക്കും ചെമ്പനീർപ്പൂവിൻ്റെ ഏറ്റവും പുതിയ പ്രമേയുടെ റിവ്യൂയിലോട്ട് സ്വാഗതം. അപ്പോൾ ശ്രുതിയെ ചീത്ത പറയുവാണ്. ഒരു ജോലിയില്ലാതെ എങ്ങനെയെങ്കിലും തേടിപ്പിടിച്ചൊരു ജോലിയും കണ്ടുപിടിച്ചിനി വന്നാൽ മതി, ജോലിയില്ലാതെ ഇനി വീട്ടിലോട്ട് കയറണ്ടെന്ന് പറഞ്ഞ് ശ്രുതി വാശി പിടിക്കുവാണ്. ഇത് കേട്ടങ്ങ് വല്ലാതാവുന്നുണ്ട് ശ്രുതിക്കാണെങ്കിൽ ജോലിക്ക് പോകാൻ മടിയാണ്. ശ്രുതിയുടെ കഴിവിനനുസരിച്ചിട്ടുള്ള ജോലി കിട്ടുന്നില്ല എന്നുള്ള പരാതിയാണ്. പക്ഷേ ആക്ച്വലി ശ്രുതിക്ക് ജോലിക്ക് പോകാൻ മടിയായതുകൊണ്ടാണ് ശ്രുതി എവിടെയും പോകാത്തത്. പക്ഷേ ശ്രുതി ഇങ്ങനെ നിർബന്ധം പിടിച്ചപ്പോഴേക്കും ശ്രുതി വല്ലാണ്ടായിപ്പോയി. പിന്നെ ജോലി അന്വേഷിക്കാനുള്ള തിരക്കായി. ഫയലും തൂക്കിപ്പിടിച്ച് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് ഒരു ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ ജോലിക്കാരെ ആവശ്യമുണ്ടെന്നുള്ളൊരു ബോർഡ് കണ്ടത്. ശ്രുതി ഒന്നും നോക്കിയില്ല. വേറെ എവിടെയും ജോലി കിട്ടാനില്ലല്ലോ ശ്രുതിക്ക്. ശ്രുതിയുടെ പഠിപ്പും കഴിവും ഒന്നും വെച്ചിട്ട് എവിടെയും കിട്ടുന്നില്ല. അപ്പോൾ ശ്രുതി ലാസ്റ്റ് ഈ ഹോട്ടലിലോട്ട് കയറി അവിടുത്തെ ചേട്ടനോട് ചോദിക്കും, ഇവിടെ വേക്കൻസി എന്താ ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ ആ ചേട്ടൻ പറയും, രണ്ട് സപ്ലയേഴ്സിന് 2 ഒഴിവുണ്ട്, പിന്നെ ഒരു മെനു എടുക്കാനും ഒരാളെ ആവശ്യമുണ്ടെന്ന് പറയും. അപ്പോൾ ഇതിലേത് ജോലിയാണ് താങ്കൾക്ക് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി ഒരു ജോലി സെലക്ട് ചെയ്യും. അതിൻ്റെ ശ്രുതി അന്ന് തന്നെ അവിടെ ജോലിക്കും കയറി അവിടെ ഹോട്ടലിൽ വിളമ്പാനും സപ്ലൈക്കും ഒക്കെ നിൽക്കാനും തുടങ്ങും. എന്നിട്ട് പിന്നെ വീട്ടിലോട്ട് വരുവാണ് വളരെയധികം സന്തോഷത്തിൽ. അമ്മ എനിക്ക് ജോലി കിട്ടി അമ്മേ, വളരെ വലിയൊരു കമ്പനിയിലാണ് എനിക്ക് ജോലി എന്ന് പറഞ്ഞ് ശ്രുതി വീണ്ടും വീട്ടുകാരെ പറ്റിക്കുവാണ്. ഉള്ള സത്യം പറഞ്ഞാൽ പിന്നെയും കുഴപ്പമില്ല, പക്ഷേ ശ്രുതി പിന്നെയും കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു മൾട്ടിനാഷണൽ കമ്പനിയിലാണ് ജോലി കിട്ടിയിരിക്കുന്നത്, ജോലിക്ക് കയറിയപ്പോൾ തന്നെ ശമ്പളവും കിട്ടി എന്ന് പറഞ്ഞ് അമ്മയ്ക്കും ശ്രുതിക്കും ഉള്ള ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് ശ്രുതി വന്നത്. ഇത് കണ്ട് അമ്മക്ക് വളരെയധികം സന്തോഷമാവുന്നുണ്ട്, ശ്രുതിക്കും വളരെയധികം സന്തോഷമായി. പക്ഷേ സച്ചിക്ക് ശ്രുതിയുടെ കള്ളത്തരമൊക്കെ അറിയാമല്ലോ. സച്ചി പറയും, എവിടെയാണ് ഏത് കമ്പനിയിലാണ് ജോലിക്ക് കയറുമ്പോൾ തന്നെ ശമ്പളം കൊടുക്കുന്നത്, ഇത് ദിവസക്കൂലിയുള്ള ഏതോ ഒരു ജോലിയാണ്, അതാണ് അന്നുള്ള ശമ്പളം അന്ന് തന്നെ കൊടുക്കുന്നത്, ഇവന് മൾട്ടിനാഷണൽ കമ്പനിയിലൊന്നും അല്ല ജോലി കിട്ടിയിരിക്കുന്നത്, ഇവൻ വേറെ എവിടെയോ തട്ടിപ്പായിട്ട് വന്നിരിക്കുവാന്ന് സച്ചി പറയും. അപ്പോൾ അമ്മയ്ക്ക് ഇത് കേട്ട് പിന്നെയും ദേഷ്യം പിടിക്കും. അമ്മ പറയുവാണ്, സച്ചിക്ക് അസൂയ. ഇനി ശ്രുതിയുടെ ഈ കള്ളത്തരം എത്ര നാൾ പിടിക്കും പുറത്തറിയാനൊന്നറിയില്ല. ഇങ്ങനെ ഹോട്ടലിൽ ഇങ്ങനെ ഇതാക്കി നിൽക്കുന്നത് അത് മോശം ജോലിയൊന്നുമല്ല, പക്ഷേ ശ്രുതിയുടെ മൾട്ടിനാഷണൽ കമ്പനി എന്ന് പറഞ്ഞ് കള്ളത്തരം പറഞ്ഞാണല്ലോ നിൽക്കുന്നത്. ഇനി ഈ കള്ളത്തരം എപ്പോൾ വീട്ടിൽ പിടിക്കും എന്നൊന്നും അറിയില്ല. ശ്രുതിയുടെ പിടിച്ചിട്ടും അത് പറഞ്ഞുമില്ല. ശ്രുതിയുടെയും കള്ളത്തരം എപ്പോൾ പുറത്തു വരുന്നുവെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂവിനെ രാവിലെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവർക്കും നന്ദി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്.